ഒരു കുട്ടിക്ക് പനി വരുന്നു, മാതാപിതാക്കൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, ചികിത്സ കഴിഞ്ഞ് കുട്ടി വീട്ടിലെത്തുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പരിശോധനയിൽ കണ്ടെത്തിയത് ആ കുട്ടിക്ക് HIV. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും, പക്ഷേ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അയൽ രാജ്യത്ത് നടന്ന യഥാർത്ഥ സംഭവമാണ്. അതിലും ഞെട്ടിക്കുന്ന കാര്യം, ഒരു കുട്ടിയല്ല, 10-20 കുട്ടികളല്ല, 100 കണക്കിന് കുട്ടികൾക്ക് HIV സ്ഥിരീകരിച്ചു. ഈ ദുരന്തത്തിന് കാരണം ഒരു അപകടകരമായ മെഡിക്കൽ വീഴ്ചയാണ്. അവിടെയുള്ള ഗവൺമെന്റ് ആശുപത്രികൾ ഇപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ HIV പ്രഭവ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. കറാച്ചിയിലും പഞ്ചാബിലെ ധൗൻസയിലും പ്രധാന ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്കെത്തിയ 100 കണക്കിന് കുട്ടികൾക്കാണ് ഈ മാരക രോഗം ബാധിച്ചിരിക്കുന്നത്. ഒരു നാടിനെ മുഴുവൻ നരക തുല്യമാക്കിയ മെഡിക്കൽ രംഗത്തെ ഏറ്റവും വലിയ ക്രിമിനൽ അനാസ്ഥയുടെ വാർത്തയാണിത്. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? പാകിസ്ഥാന്റെ തകർന്നടിഞ്ഞ ആരോഗ്യരംഗവും ദാരിദ്ര്യവും ഇതിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത് പരിശോധിക്കാം. നമുക്ക് ഈ ഒരു സംഭവത്തിന്റെ വ്യാപ്തി ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ കുറച്ച് കണക്കുകൾ പരിശോധിക്കാം. പാകിസ്ഥാനിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. 2019 സിന്ധ് പ്രവിശ്യയിലെ റെട്ടോഡെറോയിൽ ഒരു ഡോക്ടർ തുടർച്ചയായിട്ട് ഉപയോഗിച്ച സിറിഞ്ച് കാരണം 1000ഓളം കുട്ടികൾക്കാണ് അന്ന് HIV ബാധിച്ചത്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ ഒരു പാഠവും പഠിച്ചില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ 2026 പുറത്തുവരുന്ന പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലഭ്യമായ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കറാച്ചിയിലെ കുൽസൂം ഭായ് ബാലിക KBV ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കെത്തിയവരിൽ 130-ലധികം പേർക്ക് പുതിയതായിട്ട് HIV സ്ഥിരീകരിച്ചു. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. കൂടാതെ പാകിസ്ഥാൻ മെഡിക്കൽ അസോസിയേഷൻ അതായത് PMAയുടെ കണക്കുകൾ പ്രകാരം 2026 ആദ്യ 3 മാസങ്ങളിൽ മാത്രം സിന്ധ് പ്രവിശ്യയിൽ 894 പുതിയ HIV കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 329 പേരും കുഞ്ഞുങ്ങളാണ്. ഇനി ഇതിന് സമാനമായിട്ട് മുൻപ് പഞ്ചാബ് പ്രവിശ്യയിലെ ധൗൻസ ഹോസ്പിറ്റലിൽ BBC നടത്തിയ അണ്ടർ കവർ അന്വേഷണത്തിൽ, അത് മുൻവർഷങ്ങളിലാണ്, 331 കുട്ടികൾക്ക് ഇത്തരത്തിൽ രോഗം ബാധിച്ചതായിട്ട് കണ്ടെത്തിയിരുന്നു. വിദഗ്ധർ പറയുന്നത് ഇതൊരു വൻ ഹിമശൈലത്തിന്റെ അഗ്രം മാത്രമാണ് എന്നാണ്. യഥാർത്ഥ കണക്കുകൾ ഇതിന്റെ 4 ഇരട്ടിയോളം വരും എന്നാണ്. എന്തുകൊണ്ടാണ് ആശുപത്രികൾ രോഗം മാറ്റുന്നതിന് പകരം രോഗം കൊടുക്കുന്ന കേന്ദ്രങ്ങളാകുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, സിറിഞ്ചുകളുടെ പുനരുപയോഗമാണ്. അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് ഒരൊറ്റ തവണ മാത്രം ഉപയോഗിക്കേണ്ട സിംഗിൾ യൂസ് സിറിഞ്ചസ് ഒരു കുട്ടിക്ക് ഉപയോഗിച്ച ശേഷം അതേ സിറിഞ്ച് മാറ്റാതെ മരുന്നിന്റെ കുപ്പിയിലേക്ക് വീണ്ടും ഇറക്കി അടുത്ത കുട്ടിക്കും ഇഞ്ചക്ഷൻ നൽകുന്നു എന്നാണ്. ഇതോടെ മരുന്ന് കുപ്പി മുഴുവൻ മലിനമാവുകയും ആ മരുന്ന് എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും രോഗം പടരുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തേത്, വ്യാജ ഡോക്ടർമാരുടെ വിളയാട്ടം. പാകിസ്ഥാനിൽ ലൈസൻസ് ഇല്ലാത്ത, യാതൊരു പരിശീലനവും ലഭിക്കാത്ത 10,000 കണക്കിന് വ്യാജ ഡോക്ടേഴ്സ് തെരുവുകളിൽ ക്ലിനിക്കുകൾ നടത്തുന്നു. ഇവർക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോളുകളെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആശുപത്രി മാലിന്യങ്ങളുടെ പുനർവിൽപ്പനയാണ്, റീസെല്ലിംഗ്. ഏറ്റവും ക്രൂരമായ കാര്യം, ആശുപത്രികളിൽ നിന്ന് കളയുന്ന സിറിഞ്ചുകളും നീഡിൽസും ഒക്കെ ചില മാഫിയകൾ ശേഖരിച്ച് വെറുതെ വെള്ളത്തിൽ കഴുകി വീണ്ടും പാക്ക് ചെയ്ത് മാർക്കറ്റിൽ വിൽക്കുന്നു എന്നതാണ്. പാവപ്പെട്ട ആളുകൾ വിലക്കുറവ് കണ്ട് ഈ സിറിഞ്ചുകൾ വാങ്ങി ഉപയോഗിക്കുന്നു. ഇതൊരു ആശുപത്രിയുടെ മാത്രം പ്രശ്നമല്ല, സിസ്റ്റം ഫെയിലിയർ ആണ് എന്നാണ് പബ്ലിക് ഹെൽത്ത് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഈ ആരോഗ്യ പ്രതിസന്ധിക്ക് പിന്നിൽ പാകിസ്ഥാന്റെ നിലവിലെ കടുത്ത ദാരിദ്ര്യവും ആഭ്യന്തര കലുഷിതാവസ്ഥയും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. രാജ്യം കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലാണ്. ഗവൺമെന്റിന് ഹെൽത്ത് സെക്ടറിന് വേണ്ടി നീക്കിവെക്കാൻ ഫണ്ടില്ല. ഗവൺമെന്റ് ആശുപത്രികളിൽ കൃത്യമായ സുരക്ഷാ ഉപകരണങ്ങളോ ജീവനക്കാർക്ക് ശമ്പളമോ നൽകാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ കടുത്ത ദാരിദ്ര്യം കാരണം അവർക്ക് വലിയ സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ കഴിയില്ല. വെറും 30 രൂപയോ 50 രൂപയോ മാത്രം ഫീസ് വാങ്ങുന്ന വ്യാജ ക്ലിനിക്കുകളെ ആശ്രയിക്കാൻ പാവപ്പെട്ട മാതാപിതാക്കൾ നിർബന്ധിതരാകുന്നു. ഇതിനു പുറമെ രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയും ഭീകരവാദ പ്രശ്നങ്ങളും കാരണം ഭരണാധികാരികളുടെ ശ്രദ്ധ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതേയില്ല. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ വമ്പൻ വിവാദത്തിന് പിന്നാലെ സിന്ധ് ഹൈക്കോടതി അതീവ ഗുരുതരമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. കുറ്റക്കാരായ 37 ഡോക്ടേഴ്സിനും ജീവനക്കാർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും പലരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ DRAP ഒരു തവണ ഉപയോഗിച്ചാൽ സ്വയം ലോക്ക് ആകുന്ന ഓട്ടോ ഡിസേബിൾ സിറിഞ്ചസ് മാത്രം വിൽക്കാനുള്ള കടുത്ത നിയമനിർമ്മാണത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സംഭവം പാകിസ്ഥാന്റെ മാത്രം പ്രശ്നമല്ല. ഒരു സിറിഞ്ച് പല രോഗികൾക്ക് ഉപയോഗിച്ചാൽ HIV മാത്രമല്ല, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, മറ്റ് ബ്ലഡ് ബോൺ ഡിസീസസ് എല്ലാം പകരാം. അതുകൊണ്ട് WHO വർഷങ്ങളായിട്ട് 1 സിറിഞ്ച് 1 പേഷ്യന്റ് 1 ടൈം എന്ന സന്ദേശം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ജീവൻ രക്ഷിക്കാനാണ്. പക്ഷേ ചികിത്സയ്ക്കായി പോയ ഒരു കുട്ടി HIV-യുമായിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യം ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ പരാജയമാണിത്. 2019 മുന്നറിയിപ്പ് ലഭിച്ചു. 2025 2026 വീണ്ടും അതേ കഥ ആവർത്തിച്ചു. ഇനി ചോദ്യം, പാകിസ്ഥാൻ ഈ തവണ യഥാർത്ഥ ആരോഗ്യ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമോ? അല്ലെങ്കിൽ നാളെ വീണ്ടും മറ്റൊരു ആശുപത്രിയിൽ ഇതേ വാർത്ത തന്നെയാണോ നമ്മൾ കേൾക്കാൻ പോകുന്നത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.